2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഘടകകക്ഷികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. അത് LDFിലെയും UDFിലെയും തന്നെ. ചില ഘടകകക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേക്കേറുമെന്നൊക്കെ ചില വർത്തമാനമുണ്ട്, തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പേയും ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അത് പക്ഷേ ഈ ചില ഘടകകക്ഷികളെ വലിയേട്ടൻ സ്ഥാനത്ത് നിൽക്കുന്ന ചില പാർട്ടികൾ വിഴുങ്ങുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് നമുക്ക് LDFിലേക്ക് വരാം. LDFിൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ചില ഘടകകക്ഷികൾ ഉണ്ടാകില്ല. 2021 നമുക്കറിയാം, പിണറായി വിജയൻ ചെറു ഘടകകക്ഷികളെ പരമാവധി തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി. കാരണം എങ്ങനെയും ഒരു തുടർഭരണത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് ഫലവത്തായി മാറുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ വന്ന ചെറു ഘടകകക്ഷികളിൽ പെട്ടവർക്കൊക്കെ തന്നെ 2.5 വർഷമെങ്കിൽ 2.5 വർഷവും വെച്ച് മന്ത്രിസ്ഥാനവും കൊടുത്തു. ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ജനാധിപത്യപരമായ മര്യാദ കൈവിട്ടുകൊണ്ട് CPM അതിൻ്റെ വലിയേട്ടൻ മനോഭാവത്തിലേക്ക് കടക്കുകയാണ്. CPI വല്ലാതെ അതിനകത്ത് കടന്ന് ചവിട്ടും കുത്തും ഏറ്റ് കിടക്കുകയാണ്. അതെല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. AKG സെൻറ്ററിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുക, നട്ടൽ എത്ര വളയ്ക്കാമോ അത്തരത്തിൽ വളയ്ക്കുക, നട്ടല്ലാണോ അതോ വാഴപ്പിണ്ടിയാണോ എന്ന് പോലും സംശയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് CPIയുടെ ഗതി. അതാണല്ലോ പ്രധാനപ്പെട്ട ഘടകകക്ഷി. പിന്നെ അതിന് താഴെ വരുന്ന ഘടകകക്ഷി 2021 അങ്ങോട്ടേക്ക് ചെന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. പിന്നീടും ചെറു ഘടകകക്ഷികളാണ്, ഒറ്റയാൾ പട്ടാളവും ഇരട്ടപ്പട്ടാളവും ഒക്കെയുള്ളത്. 5 ചെറു ഘടകകക്ഷികളെ ആയിരിക്കും CPM 2026 ഇല്ലാതാക്കാൻ പോകുന്നത്. അതിൽ ആദ്യമേ തന്നെ പറയാം, കണ്ണൂരിൽ നിന്ന്, രാഷ്ട്രീയ തലസ്ഥാനമാണല്ലോ കണ്ണൂർ, ഇപ്പോൾ കോൺഗ്രസ് എസിലാണ്, കടന്നപ്പള്ളിയിലാണ്. കടന്നപ്പള്ളി ഇനിയിപ്പോൾ ഈ പ്രായാധിക്യം കാരണം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വകുപ്പ് തന്നെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് പുരാവസ്തു വകുപ്പാണ്. വലിയ തിരക്കൊന്നുമില്ല, അദ്ദേഹം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുമാണ്. ഒരു കാലത്ത് EK നായനാരെ വരെ തോൽപ്പിച്ച ആളാണെന്ന് ഓർക്കണം. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂര് വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്നതിലൂടെ ഒരിക്കലും യോജിപ്പുള്ളതല്ല. അതുകൊണ്ട് ഈ കടന്നപ്പള്ളി അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് എസിൽ പിന്നെ മത്സരിക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരാളില്ലെന്നുള്ളതാണ്. കോൺഗ്രസ് എസിൽ കടന്നപ്പള്ളിയേ ഉള്ളൂ. കടന്നപ്പള്ളിയാണ് അതിൻ്റെ എല്ലാം. 26 എന്തായാലും കടന്നപ്പള്ളി മത്സരിക്കില്ല. അപ്പോൾ ആ സീറ്റ് CPM അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ കണ്ണൂര് അവർക്കൊരു അഭിമാന പോരാട്ടം അവിടെ നടത്തുകയും ചെയ്യാം. കണ്ണൂർ അവരുടെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ. അടുത്തത് വരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2.5 വർഷം മന്ത്രിയായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയായി മാറിയ ആന്റണി രാജു. ആന്റണി രാജുവിന് കിട്ടിയ ലോട്ടറി ആയിരുന്നു, ലോട്ടറി അടിക്കുകയായിരുന്നു ശരിക്കും. ഈ PJ ജോസഫ് വിഭാഗത്തിൽ നിന്നവരൊക്കെയാണ് ആദ്യകാലങ്ങളിൽ. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, മറ്റു ചിലരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രായാധിക്യം കാരണം മാറി. ഫ്രാൻസിസ് ജോർജ് പിന്നീട് UDFിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് വന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നത് ആന്റണി രാജുവാണ്. ആന്റണി രാജുവിന് 2021 തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൊടുത്തു. ശിവകുമാറിനെ പരാജയപ്പെടുത്തി. BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുമായിരുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനവും കിട്ടി. ഇപ്പോൾ ലത്തീൻ സഭയുടെ വലിയ എതിർപ്പും ഒക്കെ നേരിടുന്ന ആളാണ് ആന്റണി രാജു. ഇനി അവിടെ നിർത്തിയാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് CPMനും അറിയാം. ഭരണവിരുദ്ധ വികാരവും ഉണ്ട്, ലത്തീൻ സഭയുടെ എതിർപ്പുമുണ്ട്. പിന്നെ ആന്റണി രാജുവും
വേണ്ട തരത്തിലൊരു MLA-യോ മന്ത്രിയോ എന്നുള്ള രീതിയിൽ മണ്ഡലത്തിന് ഒരു പരിഗണന നൽകിയില്ല എന്നുള്ള പരക്കെ ആക്ഷേപവും അഭിപ്രായവും ഒക്കെ ഉയരുന്നുണ്ട്. അത് CPM ഏറ്റെടുക്കും എന്നാണ് അറിയുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത് വരുന്ന ആണ് RSP ലെനിനിസ്റ്റ് കോവൂർ കുഞ്ഞുമോൻ. കഴിഞ്ഞ 25 വർഷമായി കുന്നത്തൂരിലെ MLA ആണ്. ഔദ്യോഗികമായിട്ട് LDF-ലെ ഘടകകക്ഷി അല്ല, പക്ഷെ LDF-നോടൊപ്പം ഓരം ചേർന്ന് പോകുന്ന ആളാണ്. കഴിഞ്ഞ തവണയെങ്കിലും ഒരു മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു. 2.5 വർഷമെങ്കിലും മന്ത്രിയാക്കാനായിട്ട് പിണറായി വിജയൻ കനിഞ്ഞില്ല. കോവൂർ കുഞ്ഞുമോനെ എതിരെ അതിശക്തമായ ഒരു വികാരം കുന്നത്തൂർ മണ്ഡലത്തിലുമുണ്ട്. അതുകൊണ്ട് LDF കോവൂരിനെ ഇനിയും കൂട്ടി നിർത്തുന്നില്ല, പുറത്താക്കും. ഔദ്യോഗികമായി ഘടകകക്ഷിയല്ല, സീറ്റ് കൊടുക്കാതിരിക്കുക. CPM അവിടെ നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങും എന്നാണ് അറിയുന്നത്. പിന്നീട് വരുന്നത് ശശീന്ദ്രൻ, NCP. ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ്. ഏലത്തൂരും അതുപോലെ കുട്ടനാടുമാണ്. പിണറായി വിജയന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവൊക്കെയാണ് ശശീന്ദ്രൻ. എന്നാൽ പോലും അങ്ങനെ ഒരു പരിഗണനയൊന്നും ഇനിയിപ്പോൾ കൊടുക്കത്തില്ല. അദ്ദേഹത്തിനും പ്രായാധിക്യ പ്രശ്നമുണ്ട്, മത്സര രംഗത്തേക്ക് വരില്ല. കൂടാതെ ഭരണത്തിൽ വലിയ പരാജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വനം വകുപ്പ് മന്ത്രിയാണ്. വന്യജീവികളുടെ ഏറ്റവും രൂക്ഷമായ ആക്രമണം കാരണം മനുഷ്യന് ജീവിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലെത്തി. ജനജീവിതം ദുസ്സഹമാക്കി തീർത്തു. മലയോര മേഖലകളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ജീവൻ പോലും അപകടത്തിൽ. ആ സമയത്തും മന്ത്രി ഡാൻസും കളിച്ച് കോഴിക്കോട്ട് നിന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ വൻ പരാജയമാണ് ശശീന്ദ്രനിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മത്സര രംഗത്തേക്ക് വരില്ല. അതിനോടൊപ്പം തന്നെ കുട്ടനാട് തോമസ് കെ തോമസിന്റെ അതും CPM അങ്ങ് ഏറ്റെടുക്കും. ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തും. അതുപോലെ തന്നെയാണ് ഈ ലോക് ജനതാദൾ, നമ്മുടെ MP വീരേന്ദ്രകുമാറിന്റെ, അത് ശ്രേയാംസ് കുമാർ കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ചു. KP മോഹനൻ കൂത്തുപറമ്പിൽ നിന്നുമാണ്. KP മോഹനൻ മാത്രമാണ് വിജയിച്ചത്. കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാറിനെ സിദ്ദിഖ് പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ KP മോഹനന് പ്രായ പരിധി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതങ്ങ് മാറ്റി നിർത്തും. ശ്രേയാംസ് കുമാറിന് CPM-നും ഇപ്പോൾ വലിയ ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 5 ഘടകകക്ഷികളെ അങ്ങ് രാഷ്ട്രീയ ദയാവധം നടത്താനാണ് CPM ആലോചിക്കുന്നത്. അതായത് ജനാധിപത്യ കേരള കോൺഗ്രസ്, കോൺഗ്രസ് എസ് കടന്നപ്പള്ളി, കോവൂർ കുഞ്ഞുമോന്റെ RSP, NCP ശശീന്ദ്രനും തോമസ് കെ തോമസും, ലോക് ജനതാദൾ ശ്രേയാംസ് കുമാർ, KP മോഹനൻ വരെ. അപ്പൊ ഈ 5 പാർട്ടികളെ ആയിരിക്കും ഇല്ലാതാക്കാൻ CPM തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ ദയാവധത്തിന് അതിലേക്ക് പോവുകയാണ് CPM. അപ്പൊ എന്തായാലും CPM-ന്റെ വലിയേട്ടൻ മനോഭാവത്തിൽ ഈ വധത്തിലേക്ക് കടക്കുകയാണ് ഇനി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.